നമ്മളിപ്പോൾ കർണാടകയിലെ തുംകൂരു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള മഠത്തിലാണ്. വീരശൈവ ലിംഗായത്ത് മഠത്തിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേരുന്നത്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണിത്. AD 15-ാം നൂറ്റാണ്ടിൽ ഹരതനവള്ളി ഗോശാല സിദ്ധേശ്വര സ്വാമിജിയാണ് ഈ മഠം സ്ഥാപിച്ചത്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു റിലീജിയസ് കേന്ദ്രവും അതുപോലെ തന്നെ സർവീസ് കേന്ദ്രവുമാണിത്. പ്രധാനമായിട്ടും ആധ്യാത്മികതയുടെ കൂടെ തന്നെ വിദ്യാഭ്യാസവും സൗജന്യ വിദ്യാഭ്യാസം ആളുകൾക്ക് കൊടുക്കുക എന്ന കോൺസെപ്റ്റോടു കൂടിയാണ് ഈ ഒരു മഠം സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ ഹോസ്റ്റലിലൊക്കെ ആയിട്ട് ആയിരക്കണക്കിന് കുട്ടികൾ താമസിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ മഠത്തിൽ. അപ്പോൾ അതിന് പുറമെ നമ്മളിവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും തന്നെ സൗജന്യമായി ഭക്ഷണം നൽകുന്നുണ്ട്. ഭക്തരിവിടെ എത്തിച്ചേരുന്നവർക്ക് 10,000-കണക്കിന് ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ദിവസവും. അവർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. ശരിക്കും സ്വാമിജി യുടെ ഈ കോൺട്രിബ്യൂഷൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഈ ഒരു കോൺട്രിബ്യൂഷൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തെ രാജ്യം ഒരുപാട് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം നൽകി, കർണാടക രത്ന പുരസ്കാരം കർണാടക സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നു. വളരെ പ്രശസ്തരായിട്ടുള്ള പലരും മഠം സന്ദർശിച്ചിട്ടുണ്ട്. മുൻ പ്രസിഡൻ്റായിട്ടുള്ള APJ അബ്ദുൽ കലാം സാറിനെ പോലുള്ള ഒരുപാട് ആളുകൾ ഇവിടെ സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടൊരു മഠവും അതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമൊക്കെ വെക്കുന്ന കുറേ ഒരു ഏരിയാസും ഒക്കെ ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 63 കിലോമീറ്റർ ദൂരെയായിട്ടാണിത് സ്ഥിതി ചെയ്യുന്നത്. തുംകൂർ ടൗണിനടുത്തായിട്ടാണിത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. നമുക്ക് ബൈ റോഡ് വരികയാണെങ്കിൽ തുംകൂര് നമുക്ക് കാണാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ജെയിൻ ടെമ്പിളും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള അവിടുത്തെ ഒരു പുരാണവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ചില നീരുറവയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും കൂടിയാണിത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പഠിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ താമസിക്കുന്നതിനുമൊക്കെ കുട്ടികളിൽ നിന്ന് ഒരു രൂപ പോലും ഈടാക്കാതെ വളരെ പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യമായ രീതിയിൽ വിദ്യാഭ്യാസം നൽകുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന അന്നത്തെ വളരെ വിദ്യാഭ്യാസത്തിലൊക്കെ പിന്നോക്കം നിൽക്കുന്ന ഒരു സമയത്ത് സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ബാസവേശ്വരൻ്റെ അതുപോലെ ലിംഗായത്ത് സമ്പ്രദായത്തിലുമാണ് മഠം ഇവിടെ നിലനിൽക്കുന്നത്. ശരിക്കും ഒരു ആധ്യാത്മികതയും വിദ്യാഭ്യാസവും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കേന്ദ്രമാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. ഇവിടെയാണ് ഭക്ഷണമെല്ലാം കൊടുക്കുന്ന ഒരു ഏരിയ ഉള്ളത്. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച. അപ്പോൾ നമ്മളവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു. ഇതാണ് ഭക്ഷണം നൽകുന്ന ഹാളിൻ്റെ ഒരു രീതിയൊക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ ചെറിയൊരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.